മാറിപ്പോയതാണ്. ഇപ്പോൾ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് ഇപ്പോൾ സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ പുറകുവശത്തെ കുഴിയിൽ നിന്ന് അസ്ഥി കഷ്ണങ്ങൾ ഉണ്ടെന്ന സംശയമാണ് പുറത്തു വരുന്നത്. അസ്ഥി കഷ്ണമെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കുഴിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ബിന്ദു പത്മനാഭൻ, ഐഷ, ഒപ്പം തന്നെ ജൈനമ്മ എന്ന് പറയുന്ന 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക തെളിവെടുപ്പ് പുരോഗമിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കത്തിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ള ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് സമീപത്ത് അല്ലെങ്കിൽ ആ പറമ്പിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അസ്ഥി കഷ്ണങ്ങളും പുറത്തേക്ക് എടുക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു കുഴി കുഴിച്ച് അതിൽ നിന്ന് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുക്കുകയാണ്. നേരത്തെ ഇതിനെപ്പറ്റി കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ തന്നെ വളരെ വിശദമായ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും പോലീസിൻ്റെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ഒരു അസ്ഥി കഷ്ണം കൂടി അല്ലെങ്കിൽ ഒരു മൃതദേഹാവശിഷ്ടം കൂടി, ഒരു ഭാഗം കൂടി കണ്ടെത്തിയതായി സൂചനകൾ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയെ, ആ പ്രദേശത്തെ കോട്ടയം ആലപ്പുഴ മേഖലയെ ഒന്നാകെ നടുക്കിയിട്ടുള്ള ഒരു വിവരമാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി കാണാതായിരുന്ന 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെബാസ്റ്റ്യൻ്റെ പങ്ക് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തതിന് പിന്നാലെ ജൈനമ്മ തിരോധാന കേസിൽ അത് വളരെ ശക്തമായി തന്നെ ക്രൈംബ്രാഞ്ച് പുറത്തു പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന് സെബാസ്റ്റ്യൻ്റെ ശൂന്യമായിട്ടുള്ള, അതായത് കാര്യമായ രീതിയിൽ ഉപയോഗിക്കാതെ മദ്യപാനത്തിനും മറ്റും സെബാസ്റ്റ്യൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വീട്ടിൻ്റെ പറമ്പിൽ നിന്നാണ് വീണ്ടും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായ സൂചനകൾ പുറത്തു വരുന്നത്. വർഷങ്ങൾക്ക് മുൻപാണ് ഇവരിൽ പല സ്ത്രീകളെയും വനിതകളെയും കാണാതായത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. VS അനുരാഗ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുരാഗ്, ഒരു അസ്ഥി കഷ്ണം കണ്ടെത്തിയെന്ന് സ്ഥിരീകരിക്കാനാകുന്നുണ്ടോ? അത് കൃത്യമായി തന്നെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ ആ പുറകുവശത്തെടുത്ത കുഴിയിൽ നിന്ന് അസ്ഥി കഷ്ണങ്ങളെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അത് വിശദമായി തന്നെ പരിശോധിക്കണം. അതിന് ഫോറൻസിക് സംഘം അടക്കം എത്തേണ്ടതുണ്ട്. എന്തായാലും വിശദമായ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പുറകുവശത്ത് കുഴിയെടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ അടുത്ത് കുഴിയെടുക്കേണ്ട സ്ഥലങ്ങൾ കാട് വെട്ടിത്തെളിച്ച് പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. സമാന്തരമായി വീടിനകത്ത് സെബാസ്റ്റ്യനുമായും തെളിവെടുപ്പ് നടക്കുന്നുണ്ട്. ഇനി അറിയേണ്ടത് അകത്ത് ആ ഗ്രാനൈറ്റ് പാകിയ ഇടം കൂടി പൊളിച്ച് പരിശോധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ അതിനുള്ള ആളുകളെയൊന്നും പുറത്തൊന്നും കാണുന്നുമില്ല. എന്തായാലും അതിന് അനുവാദം ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ അകത്തുള്ള ഗ്രാനൈറ്റ് പാകിയ സ്ഥലം പൊളിച്ച് പരിശോധിക്കുകയും ചെയ്യും. ഇപ്പോഴും ഈ വീടിനകത്തിരുത്തി സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ഒന്നും മിണ്ടാതെയാണ് സെബാസ്റ്റ്യൻ ഇപ്പോഴും തുടരുന്നത്. അത് ഈ ചോദ്യം ചെയ്യലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം ഇവിടെ എത്തിച്ചുള്ള ഈ തെളിവെടുപ്പ് തന്നെയാണ് ഈ കേസുകളിൽ നിർണായകമാകുന്നത്. ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്ന സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യലിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്തായാലും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ ഈ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. അകത്ത് നേരത്തെ തന്നെ രക്തക്കറയെല്ലാം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം ഈ പഴയ വീടിന് എന്തിനാണ് ഒരു മുറിയിൽ മാത്രം ഗ്രാനൈറ്റ് പുതിയത് പാകിയത് അടക്കമുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും മിണ്ടാതെയാണ് സഹകരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും സംശയം നിലനിൽക്കുകയാണ്. ഇപ്പോൾ പോലീസിന്റെ അത് തത്സമയം വീഡിയോ റെക്കോർഡിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെ കാണുന്നുണ്ട്. തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റുമാനൂർ സ്വദേശിയായിട്ടുള്ള ജെയിൻ മാത്യുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായിട്ടുള്ള CM സെബാസ്റ്റ്യൻ, 68 വയസ്സാണ് ഈ പ്രതി പിടിയിലാവുന്നത്. ഇയാളൊരു സീരിയൽ കില്ലറാണ് എന്നുള്ള സംശയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചേർത്തല പള്ളിപ്പുറത്തുള്ള പൊങ്ങുംതറ വീട്ടുപരിസരം കുഴിച്ചപ്പോൾ തലയൂട്ടി, തുടയിലെ ക്ലിപ്പിട്ട പല്ലിൻ്റെ അവശിഷ്ടം എന്നിവ ലഭിച്ചിരുന്നു. എന്നാൽ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ജൈനമ്മ എന്ന ജെയിൻ മാത്യുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൈനമ്മയുടെ പല്ലിൽ ക്ലിപ്പിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴാണ് മറ്റൊരു സ്ഥലത്ത് നിന്ന് കാണാതായിട്ടുള്ള ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അവർ ഒരു അവർ പല്ലിൽ ക്ലിപ്പിടുമായിരുന്നു എന്ന വിവരം അന്ന് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചത്. അങ്ങനെയാണ് ആയിഷ തിരോധാനത്തിലും സെബാസ്റ്റിന് പങ്കുണ്ട് എന്ന സംശയം പുറത്തു വന്നത്. ഇപ്പോൾ ജൈനമ്മയുടെ ക്ലിപ്പിട്ട അല്ലെങ്കിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതെന്ന് കരുതുന്ന നേരത്തെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ജെയിൻ മാത്യുവിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങളുടെ DNA ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് കാണാതായിട്ടുള്ള പഞ്ചായത്തിലെ മുൻ ജീവനക്കാരിയായിട്ടുള്ള ചേർത്തല വാരനാട് വെളിയിൽ ഐഷ ഒരു ക്ലിപ്പിട്ട പല്ലുകൾ ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. എന്തായാലും ഈ ഐഷയുടെ മകളുടെ രക്തസാമ്പിൾ DNA പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. ചേർത്തല കടക്കിരപ്പള്ളി സ്വദേശിയായിട്ടുള്ള ബിന്ദു പത്മനാഭൻ ഒപ്പം തന്നെ സിന്ധു എന്നിവരുടെ തിരോധാനത്തിലും സെബാസ്റ്റിനെ മറ്റൊരു സ്വദേശിയായിട്ടുള്ള ചേർത്തല തന്നെ സ്വദേശിയായിട്ടുള്ള സിന്ധുവിൻ്റെ തിരോധാനത്തിലും സെബാസ്റ്റിൻ്റെ പങ്ക് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇതിൻ്റെ ഭാഗമായി ജൈനമ്മയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് കരുതപ്പെടുന്ന DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ള ആ സാമ്പിളുകൾ ശേഖരിച്ചതിൻ്റെ സമീപഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഈ പരിശോധനകളും തുടരുന്നത്. അവിടെ നിന്നാണ് മറ്റൊരു മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയതായ സൂചനകളും PS അനുരാഗ് പങ്ക് വെക്കുന്നത്. കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി ഇതുവരെ കുറ്റസമ്മതം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. എന്തായാലും ഈ സെബാസ്റ്റിന്റെ പുരയിടത്തിൽ തന്നെ ഈ പരിശോധന തുടരുകയാണ്, തെളിവെടുപ്പ് തുടരുകയാണ്. PS അനുരാഗാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.